എല്ലാവർക്കും ഫ്രൈഡേ കിച്ചൺ സ്പെഷ്യലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും വെറൈറ്റി ആയിട്ട് ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കാനാണ് കൂടുതലും ശ്രമിക്കുന്നത് അല്ലേ? പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളിൽ, ഫംഗ്ഷനിലൊക്കെ. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് എഗ് 65. അപ്പോൾ നമുക്ക് എഗ് 65 എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പുഴുങ്ങിയ മുട്ട 5 എണ്ണം. മുട്ടയുടെ വെള്ളം മാത്രം മതി, ചെറുതായി അരിഞ്ഞെടുക്കുക. ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 6 എണ്ണം നടുവെ കീറിയെടുക്കുക. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, റെഡ് ചില്ലി സോസ് 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ തൈര്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇതെല്ലാം നമ്മൾ 1/4 ടീസ്പൂൺ വീതമാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബ്രെഡ് ക്രംസ്, ഓൾ പർപ്പസ് ഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്, ഒരു മുട്ടയുടെ പകുതി വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി എന്നിട്ടിത് ചെറിയ ബോൾസ് ആക്കി എടുക്കണത്. ഈ ഒരു സമയത്താണ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ബോൾസ് ആകുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ബോൾസായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ചെറിയ ബോൾസ് ആക്കി എടുത്ത ശേഷം നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ നിറമാകുന്നതാണ് ഇതിൻ്റെ പാകം. ഇപ്പോൾ ഇതൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എഗ് 65 വേണ്ടിയായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി സോസ് ചേർക്കാം. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഈ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ചേർക്കുന്നത് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന എഗ് ബോൾ കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രേവി ആയിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് തീ കുറയ്ക്കാം. ഇപ്പോൾ നമ്മുടെ എഗ് 65 റെഡിയായി. ചിക്കൻ 65, ഗോബി 65 പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള എഗ് 65 റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം കേട്ടോ.